Hello friends, welcome to my channel. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് റോൾ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ 4-5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് കറിയിൽ നിന്നും കുറച്ച് ബീഫ് എടുത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ മസാലയിലൊക്കെ നന്നായിട്ട് മിക്സ് ആവണം ഈ ബീഫ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ബ്രെഡ് ഒന്ന് ബാച്ചായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇതേ സമയം നമ്മുടെ ഫില്ലിങ്ങും അതേപോലെ തന്നെ ഈ ബ്രെഡ് റോള് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം. ബ്രെഡ് വാങ്ങിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ നോക്കി വാങ്ങിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. പിന്നെ ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. അതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് മൈദ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മളിത് ചെയ്യാറ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഇനി ഈ റോളൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ ഒന്ന് മുക്കിയെടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ ഓയിൽ എന്തും എടുക്കുക, അല്ലെങ്കിൽ നെയ്യിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കോഴിമുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെയ്യിലൊന്നും അത് നമ്മൾ സാധാ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കൂലേ, അതുപോലെ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാന്നോ അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുക്കാന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ അത് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഓരോന്നായിട്ട് വേഗം ചെയ്തെടുക്കാണ് കേട്ടോ.
അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ് ഇട്ടത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ ഇത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എഗ് മിക്സ് ഉണ്ടാക്കിയല്ലോ, അതിൽ നമുക്ക് കുറച്ച് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ഇനി കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇളനീരൊക്കെ വെച്ചിട്ട് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിയിലേക്ക് ഇളനീരിൻ്റെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഇതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം പാലൊഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കണം. പിന്നെ പാകത്തിന് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇളനീർ ജ്യൂസ് റെഡി. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറക്ക് സ്പെഷ്യലായിട്ട് ഇളനീർ ജ്യൂസും അതുപോലെ തന്നെ ബ്രെഡ് റോളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.